ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23. അനന്തരം അവർ എല്ലാവരും എഴുന്നേറ്റ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ യേശുവിനെതിരെ കുറ്റാരോപണം നടത്തി ഇങ്ങനെ പറഞ്ഞു: ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും താൻ ക്രിസ്തു എന്ന രാജാവാണ് എന്ന് സ്വയം പറഞ്ഞ് സീസർക്ക് നികുതി കൊടുക്കുന്നത് വിലക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോൾ പീലാത്തോസ് യേശുവിനോട്, താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അതിന് യേശു, അത് താങ്കൾ പറയുന്നത് പോലെ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് മുഖ്യ പുരോഹിതന്മാരോടും ജനത്തോടും, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിനവർ, ഇയാൾ ഗലീലയിൽ ആരംഭിച്ച് യഹൂദിയയിൽ എല്ലായിടത്തും ഇവിടെയും ജനത്തെ പലതും ഉപദേശിച്ച് ഇളക്കി വിടുന്നു എന്ന് തറപ്പിച്ചു പറഞ്ഞു. പീലാത്തോസ് ഇത് കേട്ടപ്പോൾ, ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചു. ഹെരോദാവിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ യെരുശലേമിൽ ഉണ്ടായിരുന്ന ഹെരോദാവിൻ്റെ അടുത്തേക്ക് യേശുവിനെ അയച്ചു. യേശുവിനെ കണ്ടപ്പോൾ ഹെരോദാവ് വളരെയധികം സന്തോഷിച്ചു. യേശുവിനെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നത് കൊണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. യേശു വല്ല അടയാളവും ചെയ്യുന്നത് കാണാനും ഹെരോദാവ് ആശിച്ചിരുന്നു. അതിനാൽ ഹെരോദാവ് ഏറെ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും യേശു ഉത്തരമൊന്നും പറഞ്ഞില്ല. മുഖ്യ പുരോഹിതന്മാരും വേദശാസ്ത്രികളും ചുറ്റും നിന്ന് യേശുവിനെ കഠിനമായി കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഹെരോദാവും പട്ടാളക്കാരും യേശുവിനെ അധിക്ഷേപിച്ച് നീചമായി പരിഹസിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് മടക്കി അയച്ചു. അന്ന് മുതൽ ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായി തീർന്നു. നേരത്തെ അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു. പീലാത്തോസ് മുഖ്യ പുരോഹിതന്മാരെയും ജനപ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ കലഹത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റങ്ങളിൽ ഒന്നുപോലും ഇയാളിൽ കണ്ടില്ല. ഹെരോദാവും കണ്ടില്ല. അദ്ദേഹം ഇയാളെ നമ്മുടെ അടുത്തേക്ക് മടക്കി അയച്ചല്ലോ. നോക്കൂ, മരണയോഗ്യമായത് ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ശിക്ഷിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ അവർ എല്ലാവരും അയാളെ കൊന്നുകളയുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നു. നഗരത്തിൽ നടന്ന ഒരു കലാപത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പേരിൽ തടവിലാക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ബറാബാസ്. പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ അവരോട് വീണ്ടും സംസാരിച്ചു. അവരോ അയാളെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു കൊണ്ടിരുന്നു. പീലാത്തോസ് മൂന്നാമതും അവരോട്, ഇദ്ദേഹം എന്ത് ദോഷം ചെയ്തു? മരണശിക്ഷ അർഹിക്കുന്ന ഒന്നും ഞാൻ ഇദ്ദേഹത്തിൽ കണ്ടില്ല. അതുകൊണ്ട് ഇയാളെ ശിക്ഷിച്ച് ഞാൻ വിട്ടയക്കും എന്ന് പറഞ്ഞു. അവരോ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് മുറവിളി കൂട്ടി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവരുടെ നിലവിളി ഫലിച്ചു. അവരുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ട് പീലാത്തോസ് വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ കലാപവും കൊലപാതകവും കാരണം തടവിലാക്കിയവനെ അവരുടെ അപേക്ഷ പോലെ മോചിപ്പിക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കുകയും ചെയ്തു. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്നും വരികയായിരുന്ന കുറേനക്കാരനായ ശീമോൻ എന്ന മനുഷ്യനെ അവർ പിടിച്ച് ക്രൂശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിന്നാലെ നടത്തി. വലിയൊരു ജനസമൂഹവും മാറത്തടിച്ച് നിലവിളിക്കുന്ന അനേകം സ്ത്രീകളും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുക. എന്തുകൊണ്ടെന്നാൽ വന്ധ്യകളും കുഞ്ഞുങ്ങളെ വഹിച്ചിട്ടില്ലാത്ത ഉദരങ്ങളും കുടിപ്പിച്ചിട്ടില്ലാത്ത സ്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുക എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് അവർ ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. കുറ്റവാളികളായ മറ്റു രണ്ടുപേരെയും യേശുവിനോടൊപ്പം കൊല്ലേണ്ടതിനായി കൊണ്ടുപോയി. തലയോട്ടി എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ യേശുവിനെയും കുറ്റവാളികളിൽ ഒരാളെ യേശുവിൻ്റെ വലതുവശത്തും മറ്റേയാളെ ഇടതുവശത്തുമായി ക്രൂശിച്ചു. അപ്പോൾ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിന്നീട് അവർ യേശുവിൻ്റെ വസ്ത്രം നറുക്കിട്ട് തമ്മിൽ പങ്കുവച്ചു. ജനം നോക്കി നിന്നു. ഇയാൾ മറ്റുള്ളവരെ രക്ഷിച്ചല്ലോ,
ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ സ്വയം രക്ഷിക്കട്ടെ എന്ന് അധികാരികൾ പരിഹസിച്ച് പറഞ്ഞു. പട്ടാളക്കാരും അടുത്തു വന്ന് പുളിച്ച വീഞ്ഞ് വാഗ്ദാനം ചെയ്ത് യേശുവിനെ പരിഹസിച്ചു. താങ്കൾ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ സ്വയം രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇത് യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ വെച്ചിരുന്നു. ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ താങ്കൾ ക്രിസ്തുവാണെങ്കിൽ സ്വയം രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിച്ച് സംസാരിച്ചു. എന്നാൽ മറ്റേയാൾ അയാളെ ശാസിച്ചു. ഒരേ ശിക്ഷാവിധി ലഭിച്ചിട്ടും നിനക്ക് ദൈവത്തെ ഭയമില്ലേ? നാം ന്യായമായത് തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിക്ക് തക്കതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ യേശുവെ, അങ്ങയുടെ രാജ്യത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു അയാളോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 3 മണി വരെ ദേശം മുഴുവനും ഇരുട്ട് പരന്നു. ദേവാലയത്തിലെ തിരശ്ശീല 2 കീറിപ്പോയി. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് അത്യുച്ചത്തിൽ യേശു നിലവിളിച്ച് പറഞ്ഞു. പിന്നെ ജീവനെ വെടിഞ്ഞു. സംഭവിച്ചതെല്ലാം ശതാധിപൻ കണ്ടിട്ട്, ഈ മനുഷ്യൻ നിശ്ചയമായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കാണാൻ കൂടി വന്ന ജനമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ച് മടങ്ങിപ്പോയി. യേശുവിൻ്റെ പരിചയക്കാരും ഗലീല മുതൽ തന്നെ അനുഗമിച്ച സ്ത്രീകളും ഇവയെല്ലാം കണ്ടുകൊണ്ട് അകലെ നിന്നു. അരിമഥ്യ എന്ന യഹൂദ പട്ടണക്കാരനായ യോസഫ് എന്നു പേരുള്ള മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ന്യായാധിപ സമിതിയിലെ അംഗമായിരുന്ന അദ്ദേഹം നല്ലവനും നീതിമാനുമായിരുന്നു. ദൈവരാജ്യത്തെ കാത്തിരുന്ന അദ്ദേഹം അവരുടെ ആലോചനകളോടും പ്രവൃത്തികളോടും യോജിച്ചിരുന്നില്ല. അദ്ദേഹം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. യോസഫ് യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി ഒരു ലിനൻ ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും മറ്റാരെയും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ അടക്കം ചെയ്തു. അന്ന് ഒരുക്ക ദിനമായിരുന്നു. ശബത്തും ആരംഭിക്കാനുള്ള സമയം അടുത്തിരുന്നു. ഗലീലയിൽ നിന്നും യേശുവിനെ അനുഗമിച്ചു വന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു. കല്ലറയും യേശുവിൻ്റെ ശരീരം വെച്ച വിധവും കണ്ടു. പിന്നെ അവർ മടങ്ങിപ്പോയി സുഗന്ധവസ്തുക്കളും വാസന തൈലവും തയ്യാറാക്കി. പ്രമാണപ്രകാരം ശബത്ത് നാളിൽ സ്വസ്ഥമായിരുന്നു.